പത്മജ പാർട്ടിയെ ചതിച്ചോ എന്ന ചോദ്യത്തിന് ചതിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. അത് മറ്റൊന്നുമല്ല, തന്നെ ചതിച്ചവർക്ക് തിരിച്ചൊരു പണി കൊടുത്തു പത്മജ. അതാണ് അവിടെ സംഭവിച്ചത്. 2021 പത്മജ വേണുഗോപാൽ മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും എല്ലാ സംവിധാനങ്ങളും ഒന്നിച്ച് പത്മജയ്ക്ക് പിന്നിൽ അണിനിരന്നോ എന്ന ചോദ്യം കോൺഗ്രസ് ഇനിയെങ്കിലും ചോദിക്കേണ്ടതാണ്. കാരണം പത്മജ വേണുഗോപാൽ ഇന്ന് പാർട്ടി വിടുമ്പോൾ പറഞ്ഞ കാര്യം അതാണ്. എന്നെ കൂടെ നിന്ന് കാലുവാരിയ 5-6 പേരുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്ക് തന്നെ ഉപ്പാപ്പാക്ക് തന്നെ. ഓ, അപ്പൊ പാരമ്പര്യമായിട്ടുള്ള അവരുടെ പേര് ഞാൻ പിന്നാലെ പുറത്തു പറയും. ആ പറയാൻ പോകുന്ന പേരുകളിൽ കോൺഗ്രസിന്റെ ഇപ്പോൾ നേതൃത്വത്തിലുള്ള ആരൊക്കെയുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നെ അവർ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് പാർട്ടി മാറുന്നത്. ആദ്യമായിട്ടോ രണ്ടാമതായിട്ടോ ഒക്കെ പാർട്ടി മാറിക്കോട്ടെ, അത് കെ മുരളീധരന് നേരെയുള്ള ഒളിയമ്പാണ്. കെ മുരളീധരനും കെ കരുണാകരനും ഒക്കെ പോയപ്പോഴും ഞാൻ പോയില്ലല്ലോ, ഞാൻ പാർട്ടിയിൽ തന്നെ നിന്നില്ലേ എന്ന് പത്മജ പറയുന്നുണ്ട്. നേരത്തെ നികേഷ് സാർ പറഞ്ഞതുപോലെ പൊട്ടിയതും ചളുങ്ങിയതും ഒക്കെ BJP-യിലേക്ക് പോകുന്നു, അങ്ങനെ ഞാൻ കരുതുന്നില്ല. പത്മജ വേണുഗോപാൽ അങ്ങനെ ഒരു പൊട്ടിച്ചളുങ്ങിയ പാത്രമൊന്നുമല്ല. കാരണം ലീഡർ കെ കരുണാകരന്റെ മകൾ എന്ന് പറയുന്നത് ഒരു വലിയ മേൽവിലാസമാണ് എന്നൊക്കെ പറയണ്. നമ്മൾ ഇത്രയും ചർച്ചയിൽ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ലീഡറുടെ മകൾ, അതുപോലെ AK ആന്റണിയുടെ മകൻ, ആ മേൽവിലാസമാണ് BJP-ക്ക് വേണ്ടത്, അല്ലാതെ ഈ രണ്ട് വ്യക്തികളെയല്ല. ാണ് എല്ലായിടത്തും മോദി പ്രസംഗിക്കുന്നത്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് വന്ന് രാഷ്ട്രീയത്തിൽ തെളിയിച്ച ആളുകളെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? കുടുംബാധിപത്യത്തിന് ഒപ്പം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഈ 3 പേർക്ക് ചുറ്റും തിരിയുന്ന KC വേണുഗോപാൽ അടക്കമുള്ള മറ്റ് നേതാക്കൾ, അങ്ങനെയുള്ള ഒരു വീലാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ വീലിനൊപ്പം രാജ്യത്തെ ജനങ്ങൾ നിൽക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും.